ഗംഭീര പ്രതികരണങ്ങളാണ് ലോകമെമ്പാടു നിന്നും ആടുജീവിതം സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 16 വർഷത്തെ ബ്ലെസ്സിയുടെ പ്രയത്നവും പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷനും ഒക്കെ വെറുതെയായില്ല എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും പ്രമുഖരടക്കം പൃഥ്വിരാജിനും ബ്ലെസ്സിക്കും ആശംസകളുമായി എത്തുന്നുണ്ട്. സംവിധായകൻ മണിരത്നം ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് വാട്സാപ്പിൽ അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ് ബ്ലെസ്സി ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. സിനിമ അവസാനിപ്പിച്ച രീതി അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടെന്നും പൃഥ്വിരാജിന്റെ പരിശ്രമത്തെയും പ്രശംസിച്ചുകൊണ്ടാണ് മണിരത്നത്തിന്റെ സന്ദേശം. അഭിനന്ദനങ്ങൾ സർ, ചിത്രത്തിനു വേണ്ടി നിങ്ങളെടുത്ത എല്ലാ പരിശ്രമവും സ്ക്രീനിൽ കാണാം. മനോഹരമായി ചിത്രീകരിച്ചു. മരുഭൂമിയുടെ വിവിധ മുഖങ്ങൾ, കഠിനവും ശാന്തവും അനന്തവും വിശാലവും ക്രൂരതയുമെല്ലാം സിനിമയിൽ കാണാം. നിങ്ങളുടെയും സുനിലിന്റെയും മികച്ച പ്രവർത്തനം, പൃഥ്വിയുടെ കഠിന പ്രയത്നം, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച കഥയാണെന്നത് വളരെ ഭീതി ഉണ്ടാക്കുന്നതാണ്. വളരെ സെന്റിമെന്റൽ ആകാതെ സിനിമ അവസാനിപ്പിച്ച രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാ ആശംസകളും നേരുന്നു എന്നാണ് മണിരത്നം അയച്ച സന്ദേശത്തിൽ പറയുന്നത്. ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കണ്ടുകൊണ്ടും സമാനമായ അഭിപ്രായം തന്നെയായിരുന്നു മണിരത്നം പങ്കുവച്ചത്. ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് നടൻ മാധവനും രംഗത്തെത്തി. എന്തൊരു അവിശ്വസനീയമായ സിനിമയാണ് ആടുജീവിതം എന്നാണ് മാധവൻ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരൻ പൃഥ്വി, നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ഇന്ത്യൻ സിനിമയുടെ യഥാർത്ഥ ശേഷി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തതിൽ നന്ദി എന്നാണ് എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ മാധവൻ പറയുന്നത്. നടൻ ജയസൂര്യയും പൃഥ്വിരാജിനെയും ആടുജീവിതത്തെയും ഒക്കെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. രാജു, നിനക്ക് കെട്ടിപ്പിടിച്ചൊരുമ്മ എന്നായിരുന്നു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ജയസൂര്യ പറഞ്ഞത്. വിധിയുടെയും പടച്ചവന്റെയും നടുവിലൂടെയുള്ള നജീബിന്റെ യാത്രയാണ് ആടുജീവിതം. നജീബിന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ബ്ലെസ്സി ചേട്ടാ, നിങ്ങൾക്കും നിങ്ങളോടൊപ്പം കൂടെ കൂടിയ നജീബിന്റെ ഹൃദയതാളം അറിഞ്ഞ എല്ലാവർക്കും എന്റെ കൂപ്പുകൈ എന്നാണ് ജയസൂര്യ കുറിച്ചിരുന്നത്. ഒപ്പം സംവിധായകനെയും പത്മകുമാറും സിനിമയെ പ്രശംസിച്ചുകൊണ്ടെത്തിയിരുന്നു. ഒരു സിനിമ തീരുമ്പോൾ തിയേറ്റർ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതാണ് ആ സിനിമയ്ക്കും അതിന്റെ സൃഷ്ടാക്കൾക്കും കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആടുജീവിതത്തെ സംബന്ധിച്ച് ആ ഹർഷാരവങ്ങൾ ഒരു തുടക്കം മാത്രമാണ്. ഇനിയും എത്രയെത്രയോ പ്രദർശനശാലകളിൽ, ചലച്ചിത്രോത്സവങ്ങളിൽ, പുരസ്കാരവേദികളിൽ മുഴങ്ങാനിരിക്കുന്നു ആടുജീവിതം എന്ന സിനിമയ്ക്കും ബെന്യാമിൻ എന്ന കഥാകാരനും ബ്ലെസ്സി എന്ന സംവിധായകനും പൃഥ്വിരാജ് എന്ന നായകനും വേണ്ടിയുള്ള ആരവങ്ങളും അഭിനന്ദനങ്ങളും. ഹൃദയത്തിലേക്ക് ഇത്രയേറെ ആഴ്ന്നിറങ്ങിയ ഒരു ചലച്ചിത്രം അടുത്ത കാലത്തൊന്നും മലയാള സിനിമ അനുഭവിച്ചിട്ടുണ്ടാകില്ല. തീർച്ചയാണ്. ഹർഷാരവങ്ങളുടെ അലയൊലികൾ അവസാനിച്ചിട്ടും കണ്ണും മനസ്സും നിറഞ്ഞ് തിയേറ്റർ വിട്ടുപോകാൻ മടിക്കുന്ന പ്രേക്ഷകർ തന്നെ അതിന് ദൃഷ്ടാന്തം. അഭിനന്ദനങ്ങൾ പ്രിയ ബ്ലെസ്സി, പൃഥ്വിരാജ്, പിന്നെ ഈ മഹനീയ ചലച്ചിത്രത്തിന്റെ മുന്നിലും പിന്നിലുമുള്ള ഓരോരുത്തർക്കും എന്നാണ് എം പത്മകുമാർ കുറിച്ചിട്ടുള്ളത്. കമൽഹാസൻ, മണിരത്നം, രവി കെ ചന്ദ്രൻ തുടങ്ങി നിരവധി പേരാണ് നേരത്തെ തന്നെ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. പൃഥ്വിരാജിന്റെ അഭിനയ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രവും സിനിമയുമാണ് ആടുജീവിതം എന്നാണ് പ്രേക്ഷകരും നിരൂപകരും ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത്. അതേസമയം ആദ്യ ഷോ മുതൽ തന്നെ ഗംഭീര പ്രതികരണങ്ങളാണ് ആടുജീവിതം നേടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം ആഗോളതലത്തിൽ 16,70,00,000 രൂപയാണ് ഓപ്പണിംഗ് കളക്ഷനായി നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.